ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ദൈവകൃപയും ഞാൻ ആശംസിക്കുകയാണ്. ആണ്ടുവട്ടത്തിലെ ഏറ്റവും സന്തോഷദായകമായ ആഹ്ലാദകരമായ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാഘോഷമാണല്ലോ ഉണ്ണീശോയുടെ തിരുപ്പിറവിയുടെ ആഘോഷമായിരിക്കുന്ന ക്രിസ്മസ്. ഈ അവസരത്തിൽ നമുക്ക് ദൈവകൃപ നമ്മുടെ ഹൃദയത്തിൽ ഓരോരുത്തരും അനുഭവിക്കാനും അങ്ങനെ സമാധാനവും സന്തോഷവും നമുക്കുണ്ടാകാനും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള ഒരു ജീവിതം നയിക്കാനും ഇടവരട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും. ആദ്യമായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിലെ ഈശോയുടെ തിരുപ്പിറവിയെപ്പറ്റി പറയുന്ന ദൈവവചനം നമുക്കൊരുമിച്ച് വായിക്കാം. അതിപ്രകാരമാണ്: ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതാ നിങ്ങൾക്ക് ഒരടയാളം നൽകുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിലെ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ സന്തോഷം വളരെ ആഹ്ലാദദായകമാകുന്ന സന്തോഷമാണ്. അതെല്ലാവരിലേക്കും പകരേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും സന്തോഷത്തിൽ സമാധാനത്തിൽ കഴിയുന്നവരായിരിക്കണം. അത് കഴിയണമെങ്കിൽ നമുക്ക് നല്ല മനസ്സുണ്ടാകണം, ദൈവകൃപ നമുക്ക് ഉണ്ടാകണം. ക്രിസ്മസ് കാലത്ത് വലിയ അലങ്കരിച്ച പുൽക്കൂട്ടിൽ മനോഹരമായിരിക്കുന്ന വൈദ്യുതി പ്രകാശത്തിൽ ആഘോഷങ്ങൾ നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ വീടിൻ്റെ മുകളിൽ വെള്ളി നക്ഷത്രം ഉയർത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശയുടെ വെള്ളി നക്ഷത്രം എന്നും ഉദിച്ചുയരണം. അവിടെ അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈശോ ജനിക്കുകയും ജീവിക്കുകയും വേണം. ഈശോയുടെ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കണം. അത് സാധിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുക. അനുദിന ജീവിതത്തിൽ നമ്മൾ അഹങ്കാരത്തോടുകൂടെ ധിക്കാരത്തോടുകൂടെ തന്നിഷ്ടം കാണിക്കാൻ പരിശ്രമിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ രൂപി ഉണ്ടാകുകയില്ല. ഈശോയുടെ ജനനം സാധിക്കുകയില്ല. നമ്മൾ എളിമപ്പെടുന്നിടത്താണ്, ചെറിയവരാകുന്നിടത്താണ് ഈശോ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുക. 2 ആഴ്ച മുമ്പ് ഞാൻ ഒറീസയിലെ ഒരു പ്രേക്ഷിത പ്രവർത്തന രംഗത്തായിരുന്നു. കാടുകളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ക്രൈസ്തവരുടെ കൂടെയായിരുന്നു ഞാൻ. എന്നെ ഏറെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് അവിടെ മരിച്ചു. പാവപ്പെട്ട ആളുകൾ ആ കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥയിൽ അവരൊരു ഡോക്ടറെയും കണ്ടിട്ടില്ല, പ്രസവിച്ചിട്ടും ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല. സാധാരണമായിട്ടുള്ള രീതിയിൽ എല്ലാം നടന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചിന് അസുഖമായി. അപ്പോഴും യാതൊരു വൈദ്യസഹായവും അവർക്കുണ്ടായില്ല. ഒരു ആശുപത്രിയിലേക്കും പോകാൻ അവർക്ക് സാധിച്ചില്ല. ഒരു ഡോക്ടറും അവരെ ശുശ്രൂഷിക്കാനുണ്ടായില്ല. അങ്ങനെ പാവപ്പെട്ട ആ 2 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ
മൃതദേഹം അടക്കാനായിട്ട് ഞാനും ഏതാനും അച്ഛന്മാരും പോയപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഉണ്ണി ഈശോയെ പുൽക്കൂട്ടിൽ കണ്ട വലിയ ഒരു അനുഭവമാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആ മാതാപിതാക്കളോടും അവിടെയുള്ള ആളുകളോടും സംസാരിച്ചപ്പോൾ അവരെത്രമാത്രം പാവപ്പെട്ടവരാണ് എങ്കിൽ തന്നെയും ജീവിതത്തിൽ എത്രമാത്രം സമാധാനത്തിൽ ആണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എല്ലാം ഉണ്ടെന്ന് കരുതുന്ന നമ്മൾ, ഇനി ഒന്നും പോരാ എന്ന് കരുതുന്ന നമ്മൾ ഒരിക്കലും സംതൃപ്തരല്ല. എത്ര കിട്ടിയാലും നമുക്ക് സംതൃപ്തി വരുന്നില്ല, സന്തോഷം വരുന്നില്ല, സമാധാനമില്ല. ആ ഒറീസയിലെ പാവപ്പെട്ട മനുഷ്യരെ അടിസ്ഥാനപരമായിരിക്കുന്ന സൗകര്യങ്ങൾ പോലും അവർക്കില്ല. അവർക്ക് കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല, സ്കൂൾ പഠനത്തിനുള്ള സാധ്യതകളില്ല, വൈദ്യസഹായത്തിനുള്ള ആവശ്യങ്ങളില്ല. എന്നിട്ടും നിർധനരായിരിക്കുന്ന ഒന്നുമില്ലാത്ത മനുഷ്യരെ എത്രമാത്രം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തട്ടെ, അനുദിന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്ന ആ മാനസിക അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരെ എനിക്ക് തോന്നുന്നു അവരാണ് ക്രിസ്മസിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരെ, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ, ഈശോയുടെ ചൈതന്യം ജീവിക്കുന്നവരെ. അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും നീങ്ങുമ്പോൾ എത്ര പ്രക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷം നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും പരിഹരിക്കാൻ പറ്റാത്ത എന്തൊക്കെ പ്രശ്നങ്ങൾ നാം നേരിടേണ്ടി വന്നാലും സമചിത്തതയോടുകൂടെ മനസ്സമാധാനത്തോടുകൂടെ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോയുടെ സ്നേഹത്തിൻ്റെ ചൈതന്യം ജീവിക്കുന്നവരാകട്ടെ നമ്മൾ. സ്നേഹത്തിൻ്റെ സുവിശേഷമാകട്ടെ നമ്മൾ വായിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ സുവിശേഷമാകട്ടെ നമ്മുടെ ജീവിതമാകട്ടെ മറ്റുള്ളവരെ വായിക്കുന്ന ഈശോയുടെ സുവിശേഷം. അങ്ങനെ സുവിശേഷമാകാനും സ്നേഹത്തിൻ്റെ സുവിശേഷമാകാനും സ്നേഹത്തിൻ്റെ സുവിശേഷം ഏകാനും കഴിവുള്ള ക്രിസ്തു ശിഷ്യരായിട്ട് നമുക്ക് തീരാം. പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൽ, ഈ ക്രിസ്മസ് അവസരത്തിൽ ഞാൻ ഓർക്കുന്ന മറ്റൊരു ജീവിത അനുഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരച്ഛൻ്റെ പുത്തൻ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് കോട്ടപ്പടി എന്ന് പറയുന്ന പള്ളിയിൽ, ഗുരുവായൂരടുത്തുള്ള പള്ളിയിൽ ഞാൻ പോയിട്ട് തിരിച്ച് പോരുകയാണ്. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്ന അവസരത്തിൽ ഒരു ടാക്സി ഡ്രൈവർ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, തൃശ്ശൂർക്കാണെങ്കിൽ അച്ഛാ കയറിക്കോ എന്ന്. ഞാൻ വൈമിനിസിങ് അടിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കാശൊന്നും തരണ്ട അച്ഛാ, ഞാനിങ്ങനെ ഒരു എയർപോർട്ടിൽ നിന്ന് ചാവക്കാടേക്ക് ഒരു കുടുംബത്തെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കാറിൽ കയറി. സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ആ ഡ്രൈവർ വളരെ സന്തോഷവാനായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, സുഹൃത്തെ ഇതെന്താ എത്ര വലിയ സന്തോഷം? അപ്പോൾ അയാൾ പറഞ്ഞു, അച്ഛാ അത് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കുകയില്ല, അത്രമാത്രം സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് എന്ന്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ അയാൾ പറഞ്ഞു, അച്ഛാ ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, ഞാൻ കത്തോലിക്കനോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല, തൃശ്ശൂർ പൂരപ്പറമ്പിലാണ് ഞാൻ എൻ്റെ വണ്ടി ഇടുന്നത്. ഒരു രാത്രിയിൽ ഞാൻ 8 മണിക്ക് രാത്രിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന നേരത്ത് അവിടെ പൂരപ്പറമ്പിൽ അരണ്ട വെളിച്ചത്തിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു സ്ത്രീയുടെ രൂപം കണ്ടു. അടുത്ത് ചെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരിയായിരിക്കുന്ന പെണ്ണ്, അവളുടെ കയ്യിൽ 2 ചോരക്കുഞ്ഞുങ്ങൾ. ഞാൻ അന്താളിച്ചു പോയി. ഞാൻ അവളോട് ചോദിച്ചു, എന്തേ മോളെ എന്ന്. അവൾ പറഞ്ഞു, അവിവാഹിതയായ അവൾ ഏതോ ഓട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ആരോ ആയിട്ട് അടുപ്പമായി, വീട്ടുകാർ പോലും അറിയാതെ അവൾ ഗർഭിണിയായി 2 കുട്ടികളെ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഈ 2 കുട്ടികളെ എന്ത് ചെയ്യണമെന്ന് കരുതി അവൾ നിൽക്കുകയാണ്. അവളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി, രാത്രിയിൽ ആളുകളൊക്കെ ഒഴിയുമ്പോൾ ആ കുട്ടികളെ അവിടെ ഉപേക്ഷിച്ച് പോകാനായിട്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ടാക്സി ഡ്രൈവർ പറയുകയാണ് എന്നോട്, അച്ഛാ ഞാൻ ക്രിസ്ത്യാനിയൊന്നുമല്ല, പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്. ചെറുപ്പത്തിൽ ക്രിസ്മസ് കാലത്ത് പുൽക്കൂടൊക്കെ കാണാൻ പോയിട്ടുണ്ട്.
ഞാൻ കുട്ടികളെ കണ്ടപ്പോൾ ഉണ്ണീശോയുടെ പടമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഈ കുട്ടികൾ, ഈ പെണ്ണ് ഉപേക്ഷിച്ചു പോയാൽ പൂരപ്പറമ്പിൽ ചില്ലപ്പട്ടികൾ തിന്ന് നശിക്കുമല്ലോ എന്നൊരു ഭയം എനിക്കുണ്ടായി. ഞാൻ നല്ല മനുഷ്യനൊന്നുമല്ലായിരുന്നു, മുക്കുടിയനായിരുന്നു. എനിക്ക് 5 മക്കളുണ്ട്, അവരെപ്പോലും നോക്കാത്തവനായിരുന്നു ഞാൻ. പക്ഷേ ഈ കുട്ടികളെ കണ്ടപ്പോൾ എനിക്കൊരു സംഭ്രമം തോന്നി. ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല, ഇവരെ ജീവൻ രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ടല്ലോ എന്ന്. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ കൂടെ വാ. എന്നിട്ട് അന്ന് രാത്രി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവളെ താമസിപ്പിച്ചു. രാത്രിയായപ്പോൾ വളരെ വൈകിയിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും 5 മക്കളും അമ്പരന്ന് പോയി. എന്താ ഭ്രാന്താണോ എനിക്കെന്ന് അവർ ചിന്തിച്ചു. അപ്പം ഞാൻ അവസാനം പറഞ്ഞു, അതൊരു കുട്ടിയെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ. ഭാര്യ സമ്മതിച്ചില്ല. ഉടുക്കാനും പുതയ്ക്കാനും 5 എണ്ണം ഇവിടെയുണ്ട്, എന്നിട്ട് ഒരാളെയും കൂടി എഴുന്നള്ളിക്കുന്നതെന്ന്. മൂത്ത മക്കൾക്കും ഇഷ്ടമായില്ല. പൊടിപ്പിള്ളേർ, ചെറിയ പിള്ളേർ പറഞ്ഞു, വന്നോട്ടെ വന്നോട്ടെ, ഒരു ഉണ്ണി വന്നോട്ടെ എന്ന്. അവസാനം വീണ്ടും ഞാൻ ശഠിച്ചു പറഞ്ഞു, ആ കുട്ടിയെ ഒരാളെയെങ്കിലും നമുക്ക് ദത്തെടുക്കാമെന്ന്. അവസാനം ഭാര്യ പറഞ്ഞു, ഇതുപോലെ ജീവിച്ചാൽ പോരാ, ജീവിതത്തിൽ മാറ്റം വരുത്താമെങ്കിൽ, കുടുംബം നോക്കാൻ സന്നദ്ധനാണെങ്കിൽ ആ കുട്ടിയെ നോക്കാനും വളർത്താനും ഞാൻ തയ്യാറാണ് എന്ന്. അങ്ങനെ അതിലെ ഏറ്റവും നല്ല കുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛാ, ആ കുട്ടിയെ ഞാൻ കൃപ എന്നാണ് പേര് വിളിച്ചത്. ആ കൃപ എൻ്റെ വീട്ടിലേക്ക് വന്നത് മുതൽ നരകമായിരുന്ന എൻ്റെ കുടുംബം സ്വർഗമായിട്ട് തീർന്നു. കാരണം അതിനുശേഷം ഞാൻ കുടിച്ചിട്ടില്ല. ആ കൃപയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കുടുംബം സ്നേഹം അനുഭവിക്കുന്ന നല്ല കുടുംബമായിട്ട് മാറി, ആ കൃപ എന്ന് പറയുന്ന കുഞ്ഞു വഴിയായിട്ട്. അച്ഛാ, ഇതാണ് ചെറുപ്പത്തിലെ പുൽക്കൂടിലെ ഉണ്ണീശോയെ കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവം ജീവിതമായിട്ട് മാറിയത് എന്ന്. അച്ഛൻ അയാൾ ചോദിച്ചു, അച്ഛാ മറ്റേ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് അച്ഛൻ അറിഞ്ഞോ? ഇല്ല, പത്രത്തിറക്കുണ്ടായിരുന്നു അച്ഛാ. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മോളെ, ഇനി 2ാമത്തെ കുട്ടിയെ നോക്കാൻ എനിക്ക് പറ്റില്ല, നീ ഒരു കാര്യം ചെയ്യേ, നീ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയെന്ന് പറഞ്ഞു. ഇവളാകട്ടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നപ്പോൾ അവിടെ കോളേജിലേക്ക് പോകാനുള്ള കുട്ടികൾ കാത്തു നിന്നിരുന്നു. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഈ കുട്ടിയെ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് വരാമെന്ന്. അവളെ പിന്നെ ആ പ്രദേശത്തേക്ക് കണ്ടില്ല. കോളേജ് കുമാരി ആദ്യം സന്തോഷത്തോടുകൂടി കുട്ടിയെ കയ്യിലെടുത്തുവെങ്കിലും അമ്മയെ കാണാതായപ്പോൾ കരച്ചിലായി, സങ്കടമായി. ആളുകൾ ചുറ്റും കൂടിയവർ ചോദിച്ചു, എന്താണ് സംഭവിച്ചത് എന്ന്. അവൾ കാര്യം പറഞ്ഞപ്പോൾ അവരെ കുട്ടിയെ ആശുപത്രി സൂപ്രണ്ടിനെ ഏൽപ്പിച്ചു. പിറ്റേ ദിവസം പത്രത്തിൽ വലിയ വാർത്തയായി. പലരും ആ കുട്ടിയെ ദത്തെടുക്കാനായിട്ട് തയ്യാറായി. അന്നത്തെ കാലത്ത് അർഹമായിരിക്കുന്ന ഒരു തുക കെട്ടിവെച്ചിട്ട് ഏറ്റവും നല്ലവരെന്ന് കരുതുന്ന ദമ്പതികൾക്ക് 2ാമത്തെ കുട്ടിയെ കൊടുത്തു. ആ ടാക്സി ഡ്രൈവർ എന്നോട് പറയുകയാണ്, അച്ഛാ 10 പൈസ കൊടുക്കാതെ നല്ല കുട്ടിയെ എനിക്ക് കിട്ടിയെന്ന്. മാത്രമല്ല, ആ കുട്ടി കൃപ എൻ്റെ വീട്ടിൽ വന്നത് മുതൽ എൻ്റെ നരകമായിരുന്ന വീട് സ്വർഗമായിട്ട് തീർന്നുവെന്ന്. അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ, ഈശോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. നമ്മുടെ കുടുംബവും നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും സ്വർഗമായിട്ട് തീരുന്ന അനുഭവമാണ് ക്രിസ്മസ് ആഘോഷം. അതിനുള്ള ചൈതന്യം ദൈവകൃപ കൊണ്ട് നമുക്ക് ലഭിക്കാനായിട്ട് ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ മെറി ക്രിസ്മസ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.